ഹലോ കൂട്ടുകാരെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. എന്തൊക്കെ വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? അൽഹംദുലില്ലാ, എനിക്ക് സുഖമാണ് കേട്ടോ, റാഹത്താണ്, കുഴപ്പമൊന്നുമില്ല. പിന്നെ എല്ലാവരും ദുആയിൽ ഉൾപ്പെടുത്തണം കേട്ടോ. എൻ്റെ ദുആയിൽ നിങ്ങളെല്ലാവരും ഉണ്ടാവും ഇൻഷാ അല്ലാ. പിന്നെ ഞാൻ ഇന്ന് വന്ന വീഡിയോ എന്താ പറയുക, നമുക്കെല്ലാവർക്കും അല്ലേ ഓരോരോ അസുഖങ്ങളുണ്ടാവും. കാണുമ്പോൾ ഒന്നും ഉണ്ടാവില്ല, നമ്മളെ എന്താ പറയുക, ഒരു കുറച്ചൊന്നും കഴിഞ്ഞപ്പോൾ ഒരു ഏജ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് എന്താ പറയുക, അവിടെ വേദന ഇവിടെ വേദന, ക്ഷീണം, തളർച്ച അല്ലേ, പല അസുഖങ്ങളും ഉണ്ടാവില്ലേ. അപ്പോൾ എല്ലാ അസുഖങ്ങളും പിന്നെ അസുഖം കൊണ്ട് ബുദ്ധിമുട്ടുന്ന ആളുകളുണ്ടെങ്കിൽ ഈ ഒരു ദുആ ഞാൻ ഇതിൽ കൊടുക്കുന്ന ഈ ഒരു ദുആ ഓതിയുണ്ടല്ലോ, ഞാൻ ഓതിയിട്ട് എനിക്ക് നല്ല മാറ്റം ശരീരത്തിന്. അല്ലെങ്കിൽ എപ്പോഴും എന്താ പറയുക, ഒരു ക്ഷീണവും തളർച്ചയും കാല് വേദന കൈവേദന അങ്ങനത്തെ ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഇല്ലയെന്നല്ല, എന്നാലും ഒരു വല്ലാത്തൊരു മരുന്ന് ഒഴിവാകാത്തൊരു അവസ്ഥയായിരുന്നു ഒരു 1-2 കൊല്ലം മുമ്പ് വരെ. എന്തിനാണെന്നറിയില്ല, ഒരു ലോഡ് മരുന്നുണ്ടാവുമായിരുന്നു. എന്തിനാണ് കുടിക്കുന്നതെന്ന് എനിക്ക് തന്നെ അറിയില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു അവസ്ഥയായിരുന്നു. ഇപ്പോൾ അൽഹംദുലില്ലാ, പിന്നെ ആ ഒരു ഇതിൽ നിന്നൊക്കെ റബ്ബ് മാറ്റി തന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ദുആയില്ല, നിങ്ങൾ അസുഖം മാറാനും രോഗം വരാതിരിക്കാനും നിയ്യത്ത് വെച്ചിട്ട് ഈ ഒരു ദുആയില്ല നിങ്ങൾ ഓതി നോക്കിയൊക്കെ ഇൻഷാ അല്ലാ, ഉറപ്പായിട്ടുമില്ല നമ്മുടെ ശരീരത്തിൽ നല്ലൊരു ആഫിയത്ത് ഉണ്ടാകും, നല്ലൊരു ഉണർവുണ്ടാകും നമ്മുടെ ശരീരത്തിന്. രോഗങ്ങൾ എന്താ പറയുക, റബ്ബിൻ്റെ പരീക്ഷണമാണ്. അപ്പം രോഗമില്ലാത്തവർ എന്താ ചെയ്യുക അറിയാം, ആർക്കും റബ്ബ് എന്താ പറയുക രോഗം കൊണ്ട് പരീക്ഷിക്കാതിരിക്കട്ടെ, ആമീൻ. രോഗം വരാതിരിക്കാനും ഈ ഒരു ദുആ നിങ്ങൾ ഓതണം കേട്ടോ. ഏതെങ്കിലും സമയത്ത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള അത്ര ഓതുക. പിന്നെ ഓതുന്ന സമയത്ത് നിയ്യത്ത് പ്രധാനമാണ് കേട്ടോ. എന്ത് കാര്യത്തിനാണ് റബ്ബെ ഞാൻ ഇന്ന കാര്യത്തിന് ഓതുന്നുള്ള നിയ്യത്ത് വെച്ചിട്ട് ഇന്ന് മുതൽ കഴിയുന്ന ദിവസങ്ങളിലൊക്കെ ഞാൻ ഓതുന്നുള്ള നിയ്യത്ത് വെക്കുക. അപ്പോൾ നമ്മളില്ല ഓതുമ്പോഴൊന്നും നിയ്യത്ത് വെച്ചില്ലെങ്കിൽ കുഴപ്പമില്ല കേട്ടോ. തുടങ്ങുന്ന സമയത്ത് നിങ്ങൾ നിയ്യത്ത് വെക്കുക കേട്ടോ. അപ്പോൾ ആ ഒരു ദുആൻ്റെ അർത്ഥമാണിത് കേട്ടോ. എന്താ, എനിക്ക് രോഗം ബാധിച്ചാൽ അവനാണ് എന്നെ സുഖപ്പെടുത്തുന്നത്, ആ ഒരു നിയ്യത്ത് നമ്മൾ മനസ്സിൽ കരുതിയിട്ട് നമ്മൾ ഓതുക കേട്ടോ. അപ്പോൾ ഏതൊരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ ഇല്ല, ഫസ്റ്റ് നമ്മൾ നിയ്യത്ത് വെച്ചാണ്ടല്ലോ. അപ്പം പിന്നെ നമ്മൾ എന്താ സുന്നത്തായ കാര്യങ്ങൾ കേട്ടോ. പിന്നെ നമ്മൾ പിന്നെ ചെയ്യുമ്പോൾ നമ്മൾ ആ ഒരു ഇത് പിന്നെ നമ്മൾ എന്താ പറയുക, ചെല്ലുന്ന സമയത്ത് പറയാൻ വിട്ടുപോയാലും ആ ഒരു ഇത് പിന്നെ ഉണ്ടാവും നമുക്ക്. അപ്പം നിങ്ങൾ എന്ത് ചെയ്യുക അറിയാം, പിന്നെ വലത് കൈ നെഞ്ചിൽ വെച്ചിട്ട് റബ്ബിനോട് പറയുക, പഠിച്ച രോഗം കൊണ്ടും വിഷമം കൊണ്ടും പ്രയാസപ്പെടുത്തല്ലേ അല്ലാ എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ദുആയില്ലേ കഴിയുന്നത്ര രീതിയിൽ 3 തവണയോ 7 തവണ എത്ര നിങ്ങൾക്ക് കഴിയുന്ന അത്ര ചെല്ലുക കേട്ടോ. എല്ലാ നിസ്കാരം തവണയും 3 പ്രാവശ്യം ചെല്ലാൻ പറ്റി അത്രയും നല്ലതാണ് ഇൻഷാ അല്ലാ. അല്ലെങ്കിൽ രാവിലെ ഒരു 3 തവണ, ഒരു മഗ്‌രിബിന് ശേഷം 3 തവണ ചെല്ലുക കേട്ടോ ഇൻഷാ അല്ലാ. പിന്നെ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ. ലൈക്ക് ചെയ്യുന്ന വീഡിയോസാണ് ഇപ്പോൾ യൂട്യൂബ് പെട്ടെന്ന് മുന്നോട്ട് കൊണ്ടുപോകാൻ, മറ്റുള്ളവർക്ക് ഷെയർ ആവുന്നത്. പിന്നെ അതേപോലെ ഇഷ്ടപ്പെട്ട വീഡിയോ ഇഷ്ടപ്പെടണം, മാഷാ അല്ലാ, അൽഹംദുലില്ലാ, അല്ലാഹു അക്ബർ എന്തെങ്കിലും ഒന്ന് കമൻറ്റ് കേട്ടോ. അതേപോലെ അള്ളാഹു നമുക്ക് എന്താ പറയുക, എല്ലാവിധ രോഗം കൊണ്ട് വിഷമിക്കുന്ന ഒരുപാട് പേരുണ്ടാവില്ല, എല്ലാവർക്കും അള്ളാഹു ക്ഷമയും എന്താ പറയുക രോഗം ഉള്ളവർ സഹിക്കാനുള്ള കരുത്ത് റബ്ബ് കൊടുക്കട്ടെ. രോഗം വരാത്തവർക്ക് റബ്ബ് രോഗം ഇല്ലാത്തൊരു ജീവിതം നൽകട്ടെ. പിന്നെ രോഗം കൊണ്ട് പരീക്ഷിക്കുന്നവർ അള്ളാഹു പെട്ടെന്ന് രോഗത്തിൽ നിന്ന് അള്ളാഹു രക്ഷയും സമാധാനം നൽകട്ടെ, ആമീൻ. പിന്നെ എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ മറ്റുള്ളവർ ഷെയർ ചെയ്തേനെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.